Hello friends, welcome back to our channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആപ്പിൾ ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ തന്നെ എടുക്കണം. ഒരു പീലറിൻ്റെ സഹായത്തോടെ തൊലി മുഴുവനായിട്ട് പീൽ ചെയ്ത് കളഞ്ഞെടുക്കാം. അതിനുശേഷം രണ്ട് ഭാഗത്തും ഇതേപോലെയുള്ള ഭാഗങ്ങൾ നമുക്ക് വൃത്തിയാക്കി എടുക്കണം. ആപ്പിൾ ഷേക്കൊക്കെ ഇടയ്ക്കുണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ആപ്പിളിൻ്റെ കുരു ശരീരത്തിന് നല്ലതല്ല, അതുകൊണ്ടിട്ട് കുരു എന്തായാലും നീക്കം ചെയ്യണം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കുരു എടുത്ത് നമുക്ക് മാറ്റി ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നല്ലപോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. 2 ആപ്പിൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റാക്കി എടുക്കണം. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാറുള്ള ഒരു ഷേക്കാണ്. ചില സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയമില്ല, പെട്ടെന്ന് ജോലിക്കൊക്കെ പോകേണ്ടി വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. പഞ്ചസാര നേരത്തെ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് ആപ്പിൾ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു പ്യൂരി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നല്ലപോലെ അരഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഐസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നല്ല തണുത്ത ചിൽഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ തന്നെ ഇവ ചേർക്കുകയാണെങ്കിൽ ആപ്പിൾ നല്ലപോലെ അരഞ്ഞു കിട്ടില്ല. നന്നായിട്ട് ഇനി ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കും ആപ്പിൾ ഷേക്ക് ഉണ്ടാവുക. പിന്നെ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇത് സെർവ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂണോളം ഹോർലിക്സ് പൗഡർ ഞാൻ ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മിക്സ് ചെയ്ത് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു ബദാം കൂടി മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തും ഡിന്നറിൻ്റെ സമയത്തൊക്കെ പെട്ടെന്ന് ഫുഡൊന്നും റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഷേക്ക് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കാം. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.